കഥ തുടരുന്നു. വൈകിട്ട് 4 മണിയായപ്പോൾ പല്ലവിയുടെ വള്ളം ചിറയോടടുത്തു. ബാലു മുറ്റത്തുണ്ടായിരുന്നു. അവൻ ഓടിയെത്തി വള്ളത്തിൽ നിന്ന് ഏതാനും സഞ്ചികളെടുത്ത് അവനെ ഏൽപ്പിച്ചു. ഉച്ച കഴിഞ്ഞ് കടയിൽ പോകാതിരുന്നതിനാൽ ആ തങ്കവും വീട്ടിലുണ്ടായിരുന്നു. ഇതെന്താ? അവൻ സഞ്ചികളിലേക്ക് മകളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. കുറച്ച് അരിയും അത്യാവശ്യ സാധനങ്ങളുമാണ്. അവൾ ചിരിച്ചു. ഇതിനുള്ള കാശ് എവിടുന്നാ? പറയാം. അച്ഛൻ വിശന്നിരിക്കുകയാവോ? അമ്മ അരി കഴുകി അടുപ്പത്തിറ്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. പല്ലവി വീടിന് പിറകിലേക്ക് പോയി. അവൾ കുളിച്ച് വേഷം മാറി വന്നപ്പോൾ തങ്കം ചോദ്യം ആവർത്തിച്ചു. വാ പറയാം. അവൾ തങ്കത്തെ വിളിച്ച് ഗോപിദാസിൻ്റെ കിടക്കക്കരിയിൽ എത്തിച്ചു. ശേഷം പറഞ്ഞു, അച്ഛനും അമ്മയും കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് ജീവിച്ചേ പറ്റൂ. അതിന് ആരുടെ മുന്നിലും ഇരക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രയത്നിക്കണം. ഞാനും അത്രയേ ചെയ്തുള്ളൂ. ഗോപിദാസിനോ തങ്കത്തിനോ ഒന്നും മനസ്സിലായില്ല. പല്ലവി തുടർന്നു. ഞാനിന്ന് തകഴി വരെ പോയി. സുരേഷൻ ചേട്ടൻ പരിചയമുള്ള ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അവർക്കൊപ്പം കൂടി ഒരു വിവാഹ സദ്യയ്ക്ക് വിളമ്പാൻ 700 രൂപ കിട്ടി. ഈ അവസ്ഥയിൽ നമുക്കതൊരു വലിയ സഹായമല്ലേ? തങ്കം മിഴിച്ചു നിന്നു. ഗോപിദാസിൻ്റെ കണ്ണുകൾ നനഞ്ഞു. മോളെ. പെട്ടെന്ന് തങ്കം മോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ ഒരു ജോലി ചെയ്യുന്നതിന് എന്താ മാനക്കേട്? അവളുടെ കണ്ണുകളും ഈറനായി. ഇനി 3-4 ദിവസം കൂടി പണിയുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ലോനപ്പൻ ചേട്ടൻ്റെ കാശ് കൊടുക്കാമെന്നേ. അവരിൽ നിന്ന് അടർന്നു മാറിയിട്ട് അവൾ അപ്പുറത്തേക്ക് മറഞ്ഞു. ചേച്ചി, ഇന്ന് എന്തായിരുന്നു ഐറ്റംസ്? ബാലു അവൾക്കടുത്തെത്തി. മട്ടൺ ബിരിയാണി ആയിരുന്നു, പിന്നെ ഫ്രൂട്ട് സാലഡ്. ബാലുവിൻ്റെ നാവിൽ വെള്ളം മൂറി. ചേച്ചിക്ക് കുറച്ച് എടുത്തുകൊണ്ട് പോരാൻ വയ്യായിരുന്നോ? അവർ പറഞ്ഞതാ, പക്ഷേ ബാക്കി പറയും മുമ്പ് ബാലു അവളുടെ വാ പൊത്തി. ഇനി ഇങ്ങനെയുള്ള ഐറ്റംസ് ഉള്ളപ്പോൾ കുറച്ച് കൊണ്ടുപോരണേ. കൊതിയൻ. അവൾ അവൻ്റെ കവിളത്തൊരു നുള്ളി. നോക്കട്ടെ. പറഞ്ഞ പ്രകാരം പല്ലവി ലോനപ്പന് കൊടുക്കാനുള്ള കുടിശ്ശിക പണം കൊടുത്ത് തീർത്തു. ഇതിനിടെ തങ്കത്തിന് വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെട്ടു. അസുഖത്തിൻ്റേതാണെന്ന് പല്ലവിക്ക് മനസ്സിലായി. അവൾ അമ്മയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആലപ്പുഴ വരെ മറ്റെന്തോ ആവശ്യത്തിന് പോവുകയാണെന്ന് ഗോപിദാസിനോട് കള്ളവും പറഞ്ഞു. 2 ദിവസം തങ്കം കടയിൽ പോയില്ല. എക്സാം കഴിഞ്ഞതിനാൽ പല്ലവി പോയി കുറച്ചു നേരം ഇരുന്നിട്ട് മടങ്ങി. ഇവൻറ്റ് മാനേജ്മെൻ്റ് ആൾക്ക് ഇനി അടുത്ത നാളിലൊന്നും പണിയില്ല. കടയിൽ നിന്ന് മടങ്ങിയെത്തിയ പല്ലവിയോട് തങ്കം പറഞ്ഞു. തേങ്ങയില്ലടി. ഒരു ചമ്മന്തി അരയ്ക്കാനോ മീൻ കറി വയ്ക്കാനോ? നിന്നോട് തേങ്ങ വാങ്ങിക്കണമെന്ന് പറയാൻ മറന്നുപോയി. ബാലു ചൂണ്ടയിട്ട് കുറച്ച് മീൻ പിടിച്ചിരുന്നു. പല്ലവി ഒന്ന് മൂളി. തേങ്ങ വാങ്ങണമെങ്കിൽ 1-ാം കര വരെ പോകണം. 1/2 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അവൾ മുറ്റത്തേക്കിറങ്ങി. കുറച്ചകലെ ഇരുന്ന് പുത്തനാറിലേക്ക് ചൂണ്ടയിടുന്ന ബാലുവിനെ കണ്ടു. റോഡിൻ്റെ ഇരുഭാഗത്തേക്കും അവൾ നോക്കി. ആരെയും കണ്ടില്ല. തേങ്ങ വീഴുന്ന ശബ്ദം കേട്ട് തങ്കം പുറത്തു വന്നു. മുറ്റത്ത് ഒരു വലിയ തെങ്ങുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഒരു തേങ്ങ കിടക്കുന്നു. മോളെ പല്ലവി. തേങ്ങ എടുത്തുകൊണ്ട് അവർ വിളിച്ചു. എന്തോ? ആകാശത്ത് നിന്ന് എന്നവണ്ണം അശരീരി പോലെ ഒരു ശബ്ദം കേട്ടു. തങ്കം ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. തെങ്ങിൻ മുകളിൽ പല്ലവി. എടി. തങ്കം എന്തോ വിളിച്ചു ചോദിക്കാൻ ഭാവിച്ചു. അപ്പോൾ താഴേക്ക് നോക്കിക്കൊണ്ട് പല്ലവി പറഞ്ഞു. അമ്മ തെങ്ങിൻ ചൂട്ടിൽ നിന്ന് മാറുന്നില്ലേ? ഏതായാലും കയറിയതല്ലേ, ബാക്കി കൂടി അടർത്തിയെടുക്കാം. തങ്കം പകപ്പോടെ ഒരു വശത്തേക്ക് നീങ്ങി. തെങ്ങിൽ കയറാൻ തൊണ്ട് തടിയിൽ ചേർത്ത് വെച്ച് കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. എന്നാലും ഇത്രയും വലിയ തെങ്ങിൽ, അതും ഒരു പെണ്ണ്. തേങ്ങയില്ലേലും വേണ്ടില്ല. ആരെങ്കിലും കാണുന്നതിന് മുന്നേ നീ ഇറങ്ങ്. ഇറങ്ങിപ്പോരടി, തങ്കം പറഞ്ഞു. പല്ലവി മിണ്ടിയില്ല. തേങ്ങകൾ ഓരോന്നായി അടർത്തിയിട്ടു. മൊത്തം 9 എണ്ണം. ഈ കാഴ്ച കണ്ടുകൊണ്ട് ചൂണ്ട ആറ്റിൽ തീർത്ത് വെച്ചിട്ട് ബാലുവും ഓടി വന്നു. യാതൊരു ചാഞ്ചല്യവുമില്ലാതെ പല്ലവി മെല്ലെ ഇറങ്ങി വന്നു. എടി നിഷേധി. തങ്കം കയ്യിലിരുന്ന തേങ്ങ കൊണ്ട് അവളെ എറിയാൻ ഓങ്ങി. ഈ അമ്മയ്ക്കിതെന്താ? പല്ലവി തേങ്ങ തിണ്ണയിലേക്ക് എടുത്തിട്ടു. ചുറ്റും ഒന്ന് നോക്കിയിട്ട് തങ്കം വേഗത്തിൽ തിണ്ണയിൽ കയറി. ഇങ്ങോട്ട് വന്നെടി, മരം കയറി. അവർ പല്ലവിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. പിന്നിലെ മുറ്റത്ത് പതിവ് പോലെ ഇരിക്കുകയായിരുന്ന ഗോപിദാസ് തലത്തിരിച്ചു നോക്കി. ആരാ തങ്കം തേങ്ങയിട്ടത്? വെട്ടുകാരെങ്കിലും വന്നോ? അയാൾ ചോദിച്ചു. നിൽക്കുന്നു നിങ്ങളുടെ പുഞ്ഞാര മോള്. തങ്കം പല്ലവിയെ ഗോപിദാസിൻ്റെ മുന്നിലേക്ക് തള്ളി നിർത്തി. തേങ്ങ വെട്ടുകാരുമൊന്നുമല്ല, ഇവളാ തെങ്ങിൽ കയറിയത്. വിസ്മയത്തിൽ ഗോപിദാസ് ചുണ്ടനക്കി. നേരോ? നീ ആ വലിയ തെങ്ങിൻ്റെ മുകളിൽ കയറിയോ? കുറേ അധികമായി പോയില്ലേ മോളെ അത്? പല്ലവിക്ക് ചിരിയാണ് വന്നത്. ആ തെങ്ങ് കുഞ്ഞായിട്ട് നിൽക്കുമ്പോഴും ഞാൻ കയറിയിട്ടില്ല അച്ഛാ. ശരിയാണ്, ഗോപിദാസ് ഓർത്തു. അപ്പോഴൊക്കെ താൻ ശാസിക്കുകയും തങ്കം പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെത്തുകാരൻ്റെ മോളല്ലേ, ഇങ്ങനെ കയറിയില്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ പ്രായം കൂടുന്തോറും അവൾ ആ കമ്പം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനിമേലിൽ. തങ്കം ദേഷ്യത്തോടെ അവൾക്ക് നേരെ കഴിച്ചുകൂട്ടി. നീ ഏതെങ്കിലും മരത്തിൽ കയറിയാൽ നിന്റെ കാല് തല്ലി ഓടിക്കുന്നേ. പല്ലവിയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അമ്മ ഇങ്ങനെ രോഷം കൊള്ളാൻ മാത്രം എന്തുണ്ടായി?
സ്ത്രീകൾക്ക് വിമാനം ട്രെയിനും ഓടിക്കാമെങ്കിൽ മരത്തിൽ കയറിയാൽ എന്താ കുഴപ്പം? തങ്കത്തിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. പല്ലവി തുടർന്നു. ഒരാളെ കയറ്റി തേങ്ങയിടിപ്പിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ആകെയുണ്ടായിരുന്നത് 9 തേങ്ങയായിരുന്നു എന്നോർക്കണം. പിന്നെ മറ്റൊരുത്തൻ്റെ കാല് പിടിക്കാതെ അവനവൻ്റെ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ടമ്മേ. മകൾക്ക് മറുപടി നൽകാൻ വാക്കുകൾ കിട്ടാതെ നിൽക്കുകയാണ് തങ്കം. ഗോപിദാസ് അവരെ മയപ്പെടുത്താൻ ശ്രമിച്ചു. വിട്ടുകള തങ്കം. അതല്ല ഗോപിയേട്ടാ, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ. അവരുടെയൊന്നും മക്കളെ കൊണ്ട് എന്നെ കെട്ടിക്കണ്ട പോരെ? ചോദിച്ചുകൊണ്ട് പല്ലവി പിന്തിരിഞ്ഞു പോയി. ഗോപിദാസും തങ്കവും മുഖാമുഖം ഒന്ന് നോക്കി. രാത്രി അത്താഴം കഴിച്ചിട്ട് കിടക്കാൻ പോവുകയായിരുന്നു തങ്കം. പെട്ടെന്നാണ് ബാലു മൊബൈൽ ഫോണുമായി ഓടി വന്നത്. അമ്മ ഇത് കണ്ടോ? എന്താടാ? ചോദിച്ചുകൊണ്ട് തങ്കം ഫോൺ വാങ്ങി നോക്കി. ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ്. അതിൻ്റെ ആമുഖമായി ഇങ്ങനെ എഴുതിയിരുന്നു: കുട്ടനാട്ടുകാർക്ക് ഇനി തെങ്ങ് കയറ്റക്കാരെ തേടി പോകണ്ട. ചുണയുള്ള പെൺകുട്ടികളുണ്ട് അവിടെ ആ ജോലി ചെയ്യുവാൻ. തുടർന്ന് വീഡിയോ ക്ലിപ്പിംഗ്. പല്ലവി മുകളിലേക്ക് കയറുന്നതില്ല, പക്ഷേ തേങ്ങ അടർത്തുന്നതും തിരികെ ഇറങ്ങി വരുന്നതുമുണ്ട്. തങ്കം ആകെ വിറഞ്ഞു തുള്ളി. ആരാടാ ഈ തെമ്മാടിത്തറ ഇതിൽ ഇട്ടിരിക്കുന്നത്? അവരുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. തൊട്ടടുത്ത കട്ടിലിൽ കിടന്നിരുന്ന ഗോപിദാസ് തലയുയർത്തി നോക്കി. എന്താടി? ദേ മോടെ വീരസാഹസ്യ കൃത്യം അതേപടി വന്നിരിക്കുന്നു. അവർ ഫോൺ അയാളുടെ മുഖത്തിന് നേർക്ക് പിടിച്ചു. ഞാൻ അവളെ വഴക്ക് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഗോപിദാസിന് മറുപടിയില്ലായിരുന്നു. ഇവിടെ എങ്ങനെയുള്ള ആളല്ല അമ്മേ. ഇടുക്കിക്കാരനാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി കമൻറ്റുകളുണ്ട്, നല്ലതും അല്ലാത്തതും. ബാലു പരിങ്ങി. തങ്കം കമൻറ്റുകൾ വായിച്ചു നോക്കി. മിടുക്കി. പെണ്ണായാൽ ഇങ്ങനെ വേണം. ഇവളെ കെട്ടുന്നവൻ്റെ ഭാഗ്യം. ഒരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാരെ മരത്തിൽ കയറാവൂ എന്ന നിയമമൊന്നുമില്ലല്ലോ. ക്യാമറ തെങ്ങിൻ ചുവട്ടിൽ നിന്ന് സൂം ചെയ്ത് എടുക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പോയാൽ ആണുങ്ങളെ കട്ടയം പടം മടങ്ങിയത് തന്നെ. വല്ലാത്ത തൊലികെട്ടി. ഇവരെയൊക്കെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ബാക്കി വായിക്കാൻ അർപ്പ് തോന്നി തങ്കത്തിന്. അവർ ശബ്ദമുയർത്തി വിളിച്ചു. പല്ലവി. ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല്ലവി. അവൾ വന്നു. അമ്മ വിളിച്ചത് എന്തിനാണെന്ന് എനിക്കറിയാം. ഞാനത് കണ്ടതാ. കൂസലില്ലാതെ അവൾ അറിയിച്ചു. എന്നിട്ടാണോടെ നീ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്? തങ്കം ചാടി എഴുന്നേറ്റതും കൈവീശി മകളുടെ ഭുജത്തിൽ ഒരടി. തങ്കം. ഗോപിദാസ് താക്കിയതുപോലെ വിളിച്ചു. നന്നായി വേദനിച്ചു പല്ലവിക്ക്. പക്ഷേ അവൾ കരഞ്ഞില്ല. പകരം ആ മുഖത്ത് സങ്കടവും നിശ്ചയദാർഢ്യവും മാറി മാറി വന്നു. വല്ലവന് തോന്നിയാസങ്ങൾ എഴുതിയെന്ന് കരുതി തകർന്നു പോകുന്നവളല്ല ഞാൻ. ഞരമ്പ് രോഗികളിങ്ങനെ പലതും പറഞ്ഞെന്നും ചെയ്തെന്നും ഇരിക്കും. അതേക്കുറിച്ചോർത്ത് സങ്കടപ്പെടാനും അതിൻ്റെ പിന്നാലെ പോകാനുമൊന്നും എന്നെ കിട്ടില്ല. ഇരച്ചു വന്ന വികാരക്ഷോഭം പല്ലവി കടിച്ചമർത്തി. ഇടുക്കിക്കാരൻ ഇത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പരിസരത്തുള്ള ആരോ വീഡിയോ പിടിച്ചിട്ട് അയച്ചു കൊടുത്തു തന്നെയാ. സ്വന്തം ഫേസ്ബുക്കിലിടാൻ അവനൊക്കെ ഭയമായിട്ട്. പല്ലവി ഗോപിദാസിൻ്റെ കിടക്കയ്ക്ക് അടുത്തേക്ക് ചെന്നു. അമ്മ ഇങ്ങനെ ഹാരിളകൊന്ത് കണ്ട് അച്ഛൻ വിഷമിക്കരുത്. അതുമാത്രം എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ 2 തുള്ളികൾ തുളുമ്പി വന്നു. മറ്റാരും അത് കാണാതിരിക്കാൻ വേഗം അവൾ അവിടെ നിന്ന് പിൻവലിഞ്ഞു. അപ്പോഴും മനസ്സിലൊരു ചോദ്യം ബാക്കി നിന്നു. ആരാവും താൻ തെങ്ങിൻ കയറുന്നതിൻ്റെ വീഡിയോ എടുത്തത്? ചിറയിൽ ഒറ്റ നിരയായി ധാരാളം വീടുകളുണ്ട്. അവിടെയൊക്കെ ചെറുപ്പക്കാരുണ്ട്. പലരും സൂത്രത്തിൽ തന്നോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവസാനം പരാജയപ്പെട്ടു പിന്മാറിയിട്ടുമുണ്ട്. ഏതായാലും ഇത് ചെയ്തവനെ കണ്ടുപിടിക്കണം. അത് പല്ലവിയുടെ ഉറച്ച തീരുമാനമായിരുന്നു. ദിവസങ്ങളോളം ചിറയിലെ സ്ത്രീകൾ അവനയോടെയാണ് പല്ലവിയെ നോക്കിയത്. എന്നാലും ഇത്രയും വേണമായിരുന്നോ കൊച്ചേ? അടുത്ത വീട്ടിലെ ദമയന്തി അവളോട് തുറന്ന് ചോദിക്കുകയും ചെയ്തു. ഒരു കാലത്ത് കഷ്ടത ഏറെ അനുഭവിച്ച കുടുംബമായിരുന്നു ദമയന്തിയുടേത്. പല്ലവി അത് നേരിൽ കണ്ടിട്ടുള്ളതുമാണ്. പിന്നീട് ദമയന്തിയുടെ മകൾ നേഴ്സായി ഗൾഫിൽ ജോലിക്ക് പോയതോടെയാണ് ആ കുടുംബം രക്ഷപ്പെട്ടത്. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായാലും നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്ത വിധം 10 അടി ഉയരമുള്ള തൂണുകൾ നിർമ്മിച്ച് അതിന് മീതെയാണ് വീട് വച്ചിരിക്കുന്നത്. പക്ഷേ ഏറെ നാൾ കഴിഞ്ഞാണ് നാട്ടിൽ വാർത്ത പരന്നത്. ദമയന്തിയുടെ മകൾ 70 വയസ്സുള്ള ഒരാളെ വിവാഹം ചെയ്തെന്നും അയാളുടെ കൂടെ മലപ്പുറത്ത് എവിടെയോ താമസമാണെന്നും വിഭ്യാരനായിരുന്ന ആ വൃദ്ധൻ്റെ പണത്തിൽ നോട്ടമിട്ടാണ് ദമയന്തിയുടെ മകൾ അങ്ങനെ ചെയ്തതെന്നും പല്ലവിയും ദമയന്തിയോട് തുറന്നു ചോദിച്ചു. ഞാൻ തെങ്ങിൽ കയറി തേങ്ങയിട്ട് എന്നല്ലേ ഉള്ളൂ ചേട്ടത്തി. ചേട്ടത്തിയുടെ മോളെ പോലെ സ്വന്തം അപ്പനേക്കാൾ പ്രായമുള്ള ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയില്ലല്ലോ. കവിളടക്കം അടിക്കിട്ടിയതുപോലെ വിളറിപ്പോയ ദമയന്തി പിന്നെ ഒന്നും ചോദിക്കാതെ സ്ഥലം വിട്ടു. സായാഹ്നം പുത്തനാറിൻ്റെ കൽക്കെട്ടിൽ ഇരിക്കുകയായിരുന്നു പല്ലവി. അക്കരെ റോഡിൽ ഇറക്കിയ പാറകൾ കെട്ടുവള്ളത്തിൽ ചിറയിലേക്ക് കൊണ്ടുവരുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. അവൾ എടുത്തു നോക്കി. തകഴിയിലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെതാണ്. വേഗം ഫോൺ കാതിൽ അമർത്തി. മോളെ, തങ്കച്ചായന. അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടു. സ്ഥാപനം നടത്തുന്നത് അയാളാണ്. മനസ്സിലായ ചായ? അവൾ പറഞ്ഞു. നീ നാളെ ഫ്രീ ആണോ? അതെ. എങ്കിൽ രാവിലെ വരണം. ചേർത്തലയിലൊരു ബുക്കിംഗ് ഉണ്ട്. ആൾ തികഞ്ഞതുകൊണ്ടാണ് നേരത്തെ വിളിക്കാതിരുന്നത്. ഇപ്പോൾ കൂട്ടത്തിലൊരുത്തന് വരാൻ പറ്റത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു.
അതിനെന്താ ചായ, ഞാൻ വരാം. പല്ലവിക്ക് സന്തോഷമായി. അടുത്ത ദിവസം രാവിലെ തന്നെ തങ്കച്ചനും സംഘത്തിനുമൊപ്പം പല്ലവിയും പുറപ്പെട്ടു. ചേർത്തയിൽ നിന്ന് കുറച്ച് ഉള്ളിലുള്ള ഒരു പഴയ ഓഡിറ്റോറിയത്തിലായിരുന്നു വിവാഹം. വരൻ്റെ വീട്ടുകാർ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് എവിടെയുള്ളവരാണ്. ഫ്രൈഡ് റൈസും ചിക്കനുമായിരുന്നു പ്രധാന വിഭവങ്ങൾ. പല്ലവി വിളമ്പിച്ചെന്നപ്പോൾ അടുത്തടുത്ത കസേരകളിലിരുന്ന കുറേ ചെറുപ്പക്കാർ അവളെ നോട്ടമിട്ടു. കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും അതിനു മീതെ കറുത്ത ഹാഫ് കോട്ടുമായിരുന്നു പല്ലവിയുടെയും ടീമിൻ്റെയും യൂണിഫോം. ആ വേഷത്തിൽ അവളെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ചിക്കൻ കറിയിൽ നിന്ന് ഒരു കാലെടുത്ത് കടിച്ചുകൊണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ അവൾ കേൾക്കെ പറഞ്ഞു. നല്ല കാല്, എനിക്ക് കിട്ടിയത് നെഞ്ചിൻ്റെ ഭാഗമാണ്. മറ്റൊരാൾ. ഈ കമൻ്റൊക്കെ പല്ലവി കേട്ടെങ്കിലും മൈൻഡ് ചെയ്തില്ല. ഒരു ജോലിക്കിറങ്ങുമ്പോൾ പലതരം ആളുകളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം. പലവിധ കാഴ്ചപ്പാടുകളുള്ളവർ. എല്ലാവരും നല്ലത് മാത്രം പറയണമെന്ന് ശടിക്കാനാവില്ല. അവൾ നടന്നു നീങ്ങി. ചെറുപ്പക്കാരുടെ കണ്ണുകൾ അവളുടെ പിൻചലനങ്ങളിൽ തറഞ്ഞു നിന്നു. അടുത്തായി പല്ലവിക്ക് അവരുടെ അടുത്തുകൂടി പോകേണ്ടി വന്നത് ലൈം ജ്യൂസ് സപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ അപരനോട് തിരക്കി. നീ പോരുന്നോടാ, എത്ര പണം വേണമെങ്കിലും തരാം. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പല്ലവി ഇത്തവണ അവൻ്റെ നേരെ കൂർത്ത ഒരു നോട്ടം അയച്ചു. ഒറ്റ നോട്ടത്തിൽ വാളിയാണെന്ന് മനസ്സിലാക്കാവുന്ന ഭാവം. അവനൊരു പ്രത്യേക ഭാവത്തിൽ ചുണ്ടു നുണഞ്ഞുകൊണ്ട് ലൈം ജ്യൂസ് എടുത്ത് ആസ്വദിച്ചു കുടിച്ചു. ഇങ്ങനെ നോക്കിയാൽ കരിഞ്ഞു പോകുമേ, മറ്റൊരുവൻ്റെ കമൻറ്റ്. പല്ലവി അവിടെ നിന്ന് പോയി. ഭക്ഷണം കഴിഞ്ഞപ്പോൾ വാഷ് ബേസിന് അരികിൽ നല്ല തിരക്കായിരുന്നു. ചിക്കൻ്റെ ചാറ് കയ്യിൽ പറ്റിയതിനാൽ ഒരു ടിഷ്യൂ പേപ്പറിൽ തുടച്ചുകൊണ്ട് പല്ലവിയും കൈ കഴുകുവാൻ ചെന്നപ്പോൾ അതാ ആ സംഘം മുന്നിൽ. തിരക്കുകാരന് അറിയാത്ത ഭാവത്തിൽ വാളി പല്ലവിയുടെ ശരീരത്തിൽ മുട്ടി. പിൻഭാഗത്ത് കൈക്കൊണ്ട് അവൾ അതും അവഗണിച്ച് കൈ കഴുകി തിരിച്ചു വന്നപ്പോൾ ഒരു തൂണിൽ ചാരി വാളി കാത്തു നിൽക്കുന്നു. എന്താ പേര്, അവൻ ചോദിച്ചു. എന്തിനാ? പല്ലവിക്ക് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. എനിക്ക് സെൽ നമ്പറും തരുമോ? എന്തിനാ? ഒന്ന് വിളിക്കാൻ. അതിൽ ഭേദം ഞാൻ കൂടെ വരുന്നതല്ലേ. വാളിക്ക് വിസ്മയമായി. വരുമോ? ഉള്ളിൽ തിളയ്ക്കുന്ന ദേഷ്യം പ്രകടിപ്പിക്കാതെ ചുറ്റും ശ്രദ്ധിച്ചുകൊണ്ട് അവൾ തിരക്കി. എന്തു തരും? ചോദിക്കുന്നത്. അവൻ അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരനെ വലതു കൈയുടെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. കൈ കഴുകിയവർ വാഷ് ബേസിനുകൾക്ക് അരികിൽ നിന്ന് മാറിയതോടെ അവിടെ ശൂന്യമായി. എങ്കിൽ വരൂ, കാര്യങ്ങൾക്കൊരു ഉറപ്പുണ്ടാക്കണം. പല്ലവി വാഷ് ബേസിനുകൾക്ക് അപ്പുറമുള്ള ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് നടന്നു. കൂട്ടുകാരെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചിട്ട് വാളി പിറകെ ചെന്നു. എത്ര വേണം? അവൻ തിടുക്കപ്പെട്ടു. പല്ലവി ഇടം വലം നോക്കി. ആരുമില്ല. പല്ലവി അവൻ്റെ തോളിൽ കൈവച്ചു. വാളി അവളെ സ്പർശിക്കുവാനായി കൈ നീട്ടി. അടുത്ത നിമിഷം അവിടെ നടന്നത് അവൻ പ്രതീക്ഷിക്കാത്തതാണ്. പല്ലവി വലതു കാൽ മുട്ടുമുടക്കി ഒറ്റയടിയായിരുന്നു വാളിയുടെ പൊക്കിളിന് താഴെ. അയ്യോ! അവൻ്റെ കണ്ണുകൾ തുറച്ചു വന്നു. അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് അവൻ തറയിലിരുന്നു. പല്ലവി കൈ ചൂണ്ടിക്കൊണ്ട് ശബ്ദം താഴ്ത്തി ചീറി. നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് ചോദിക്കുന്നത് ഓൾഡ് ഓഫ് ഫാഷനാണ്. പാവപ്പെട്ടവളാണെങ്കിലും നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചവളാണ് ഞാൻ. ഇങ്ങനെ പ്രതികരിക്കാനേ എനിക്കറിയൂ. അവൻ ദയനീയമായി അവളെ നോക്കി. അടിവയറ്റിൽ കൊളുത്തു വീണിരിക്കുന്നു. എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പല്ലവി തുടർന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിൻ്റെയൊക്കെ കമൻറ്റുകൾ അവഗണിച്ചതാ. പക്ഷേ നീ വീണ്ടും വന്നു. എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നല്ല ഒന്നൊന്നര ചെറുപ്പക്കാർ. അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കണോ? നിന്നെ ചവിട്ടിക്കൂട്ടി അവർ ഈ ബാത്റൂമിലിട്ട് പൂട്ടും. കാണണോടാ? വേണ്ട. ദയനീയമായിരുന്നു അവൻ്റെ ശബ്ദം. മറ്റുള്ളവർ അറിഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് ഉണ്ടാവാനില്ല. നിനക്ക് എൻ്റെ സെൽ നമ്പർ വേണോടാ? പല്ലവി പിന്നെയും തിരക്കി. വേണ്ട. അവൾ തിരിഞ്ഞു നടക്കുവാൻ ഭാവിച്ചപ്പോൾ ഒരു ചിരി കേട്ടു. കലക്കി മോളെ. വാദത്തിന് കുറുന്തോട്ടി തന്നെയാ ബെസ്റ്റ് മരുന്ന്. പല്ലവി ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങി വരുന്നു തങ്കച്ചൻ. അച്ചായ. പല്ലവി പരുങ്ങി. നീ ചെയ്തത് നല്ല കാര്യം തന്നെയാ മോളെ. ഞാൻ വാതിലിൻ്റെ വിടവിലൂടെ എല്ലാം കണ്ടു. ഇവനൊക്കെ എരിവുള്ള പെൺപിള്ളേരെ കാണുന്നത് ആദ്യമായിട്ടാണ്. തങ്കച്ചൻ്റെ കൂടെ അവൾ നടന്നു പോകുമ്പോൾ വാളിയുടെ കൂട്ടുകാർ അവനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. മടക്കയാത്രയിൽ വണ്ടിയിൽ വെച്ച് തങ്കച്ചൻ തന്നെയാണ് സംഭവം മറ്റുള്ളവരോട് പറഞ്ഞത്. അവർ വിശ്വാസം വരാതെ പല്ലവിയെ നോക്കി. കണ്ടാലൊരു പാവമാണെന്ന് തോന്നുമെങ്കിലും ആളൊക്കെ ഏമിയാണല്ലോ. തങ്കച്ചൻ്റെ മകൻ ബിൽജി അവളെ അഭിനന്ദിച്ചു. പല്ലവി ചിരിക്കുക മാത്രം ചെയ്തു. പക്ഷിപ്പനി മാറിയതോടുകൂടി പുതിയ താറാവിൻ കുഞ്ഞുങ്ങളെ ആളുകൾ വാങ്ങിത്തുടങ്ങി. നിർണത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുക. അതിനായി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ തങ്ക ശ്രമിച്ചിരുന്നെങ്കിലും കഴിഞ്ഞില്ല. കാരണം നേരത്തെ എടുത്ത ഒരു ലോൺ കുടിശ്ശികയാണ്. വിവരം അറിഞ്ഞപ്പോൾ പല്ലവി അമ്മയോട് പറഞ്ഞു. എൻ്റെ ജിമിക്ക് കമ്മൽ നമുക്ക് വിൽക്കാം അമ്മേ. അരപ്പവനുണ്ടല്ലോ. എത്ര കുറഞ്ഞാലും 15,000 രൂപയിൽ കിട്ടാതിരിക്കില്ല. പക്ഷേ തങ്കം സമ്മതിച്ചില്ല. ആകെ കൂടി നിൻ്റെ ശരീരത്തിലുള്ള ഒരു തരി പൊന്ന അത് വിൽക്കുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം അമ്മേ? അതിന് തങ്കത്തിന് ഉത്തരമില്ല.
ഇരുവരും കടയിലായിരുന്നു. അവിടെ മറ്റാരും ഇല്ലായിരുന്നു താനും. പെട്ടെന്നാണ് ഒരു ഓട്ടോ വന്നു നിന്നത്. അമ്മാവനും അമ്മാവിയുമാണല്ലോ. ഷോ പിറുപിറുത്തുകൊണ്ട് തങ്ക പെട്ടെന്ന് പുറത്തിറങ്ങി. ഓട്ടോയിൽ നിന്ന് ഗോപിദാസിൻ്റെ അച്ഛനും അമ്മയും ഏക സഹോദരിയും ഇറങ്ങി. ഗോപിദാസിൻ്റെ അച്ഛൻ കടയിൽ ആകമാനൊന്ന് നോക്കി. ഒറ്റ നോട്ടത്തിൽ പട്ടിണി കടയാണെന്ന് പറയുമല്ലോടി. തങ്കം വിളറി. അത് അമ്മാവ, പക്ഷിപ്പനി വന്നതുകൊണ്ട്. മാധവൻ മൂളി. പിന്നെ ഭാര്യമാരും ഭാനുമതിക്ക് നേരെ തിരിഞ്ഞു. നിനക്ക് വെള്ളം വല്ലതും വേണോടി? ഓ വേണ്ട. ഭാനുമതിയുടെ മുഖത്ത് ഒരു തരം പുച്ഛമായിരുന്നു. അമ്മാവിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് തങ്കത്തിനറിയാം. ഗോപിയേട്ടൻ തന്നെ ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കി കൊണ്ട് പോകുന്നത് മുതലാണ് ആ ഇഷ്ടക്കേട്. ഏകമകൾ ചന്ദ്രികയുടെ വിവാഹം കഴിഞ്ഞതോടെ ചിറയിലെ വീട് ഗോപിയേട്ടനെ നൽകിയിട്ട് അമിച്ചക്കരയിലുണ്ടായിരുന്ന കുറച്ച് സ്ഥലത്തേക്ക് മാറുകയായിരുന്നു അവർ. പിന്നീട് കേട്ടു ചന്ദ്രികയ്ക്ക് ആ വസ്തു എഴുതി കൊടുത്തെന്നും ചന്ദ്രികയുടെ ഭർത്താവും ഷാപ്പ് കോൺട്രാക്ടറുമായിരുന്ന ദത്തൻ അവിടെ വലിയൊരു വീട് വെച്ചുവെന്നും. മാധവനും ഭാനുമതിയും മകൾക്കൊപ്പം താമസവുമായി. ഗോപിദാസുമായുള്ള എല്ലാ ബന്ധങ്ങളും അവർ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണക്കാരി ചന്ദ്രികയായിരുന്നു. തന്നെക്കാൾ ഒത്തിരി സുന്ദരിയാണ് തങ്കം എന്നതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. തൻ്റെ വല്യച്ഛനും വല്യമ്മയും തന്നെ ക്ഷീണിതരാണെന്ന് പല്ലവിക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ നാവിന് മാത്രം യാതൊരു കുഴപ്പവുമില്ല താനും. നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോടെ? ഒരു തരം ദാർഷ്ട്യത്തോടെ ചന്ദ്രിക പല്ലവിയോട് ചോദിച്ചു. ഡിഗ്രി കഴിഞ്ഞു, അവൾ പറഞ്ഞു. ഓ, പഠിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. വീട്ടിലുണ്ടല്ലോ രണ്ടവന്മാർ. ഇപ്പോഴേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി 4 കാശുണ്ടാക്കുക. പട്ടുസാരിയുടെ തുമ്പ് ഒന്നിളക്കിയിട്ടുകൊണ്ട് തൻ്റെ ആഭരണങ്ങൾ കാട്ടിയായിരുന്നു ചന്ദ്രികയുടെ സംസാരം. അത് മനഃപൂർവ്വമാണെന്ന് തങ്കത്തിനറിയാം. അല്ല, എല്ലാവരും കൂടി എവിടെ പോയിട്ട് വരിക? തങ്കം വിഷയം മാറ്റി. ഇങ്ങോട്ട് തന്നെ വന്നതാടി. മാധവൻ പഞ്ഞിപോലെ നരച്ച മീശയിൽ തടവി. എങ്കിൽ പാലം വഴി ഓട്ടോ വീട്ടിലെത്തുമല്ലോ, പല്ലവി അറിയിച്ചു. ഞങ്ങളങ്ങനെ വന്നേക്കാം. തങ്കവും നീയും കൂടി അങ്ങോട്ട് വാ, ചിലത് സംസാരിക്കാനുണ്ട്, പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അച്ഛനമ്മമാരെ നോക്കി. നിങ്ങൾ ഓട്ടോയിൽ കയറിക്കോ. പിന്നെ തങ്കത്തോട് അറിയിച്ചു. കാറിൽ വന്നാൽ പാലത്തിൽ കൂടി വരാൻ പറ്റില്ല. പിന്നെയും ഇവിടെ വന്നിട്ട് ഓട്ടോ തന്നെ ശരണം. അതാ ഇങ്ങനെയിങ്ങ് പോകുന്നത്. അവളും ഓട്ടോയിൽ കയറി. തങ്കത്തിനും പല്ലവിക്കും കാര്യമൊന്നും പിടികിട്ടിയില്ല. എങ്കിലും ചന്ദ്രികയുടെ ഭാവത്തിൽ നിന്ന് അവർക്ക് ഒരു ദുസ്സൂചന മണത്തു. കഥ തുടരും.